നമസ്കാരം. ഗോവിന്ദച്ചാമി അല്ല, ഗോപൻ സ്വാമി. ഗോപൻ സ്വാമിയെ നമ്മൾ മറക്കാനിടയില്ല. കാര്യം ഒരു 6 മാസം മുമ്പ് വലിയൊരു സമാധി കേരളത്തിൽ നടന്നു. ആ സമാധി ഭയങ്കര വിവാദമായി. സമാധിക്ക് എതിരെ നാട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് രാഷ്ട്രീയ പ്രശ്നമായി. അങ്ങനെ സമാധി പൊളിച്ച് എടുക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. പക്ഷെ ഈ അമ്മയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർ എന്റെ ശിവനെ എന്ന് വിളിച്ച് അന്ന് കടന്ന് കരഞ്ഞ ഒരു അമ്മയാണ്. അകത്ത് പൂജ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം മനുഷ്യൻ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ഒരു നാട്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ മാറ്റങ്ങൾ എത്രത്തോളം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആയി എന്നുള്ളത് ഇപ്പോഴും സംശയകരമാണ്. രണ്ടു നേരവും രാവിലെ വൈകുന്നേരം തുറന്നു പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത്. ഈ സമാധി സ്ഥലം പൈസ ഒന്നുമില്ല അവരുടെ കയ്യില്. പശുവിനെയൊക്കെ വിറ്റ് തൽക്കാലം ഒരു സമാധി അങ്ങോട്ട് ആരണ്ട് പറഞ്ഞു കൊടുത്തു, നല്ല വില കിട്ടും പശുവിന്. അതിന്റെ 10 ഇരട്ടി കിട്ടും. ബാങ്കിലിട്ടാൽ പോലും കിട്ടത്തില്ല. നമുക്കൊരു ക്ഷേത്രം ഉണ്ടാക്കാം. അപ്പൊ അവിടെ പോസ്റ്ററൊക്കെ വെച്ചു. ഓം രാവ് വിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം, ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി. ഗോപൻ സ്വാമി എല്ലാവർക്കും അറിയായിരിക്കും. ചുമട്ട് തൊഴിലാളിയായിട്ട് കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. അവസാന കാലത്ത് വീട്ടിൽ കിടന്ന് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാണ് ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഈ കൈലാസനാഥൻ എന്നൊക്കെ പറഞ്ഞ നമുക്ക് മഹാദേവൻ, ശംഭോ മഹാദേവ. ഈ നമ്മളുടെ ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന കേരളത്തില് ഇതുപോലുള്ള കുറെ എണ്ണങ്ങൾ അതെല്ലാം കളഞ്ഞു പൊളിക്കും. അപ്പൊ ഏതായാലും ഇതാണ് അന്നത്തെ സമാധി. വളരെ വിവാദം ഉണ്ടാക്കിയാണ് അന്നും ഈ സമാധിയെ കുറിച്ച്. അപ്പം 2 മക്കളാണ്. അതിലെ ഇളയ ആളാണ് ഈ കർമ്മി പൂശാരി. നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് എന്നാണ് അതായത് ഇതിനകത്ത് നമ്മുടെ അച്ഛൻ സമാധി ഇതിനകത്ത് ഈ താഴെ കാണാൻ വയ്യ, QR കോഡൊക്കെ കൊടുത്ത് ഒരു നോട്ടീസ് അങ്ങ് ഇറക്കി. നിങ്ങൾക്ക് സംഭാവനകൾ ഔദാര്യമായി ചെയ്യാവുന്നതാണ്. സത്യത്തിൽ വേറുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തിനൊക്കെ നിയമം ഇനി വരേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള ഭക്തി പറഞ്ഞ് ടിപ്പ് നടത്തുന്നവർക്കെതിരെ ഒരു നിയമം ഈ നാട്ടിലെങ്ങും ഇല്ലേ എന്ന് തോന്നിപ്പോ. ഈ 41-നാണ് ഇത് ചടങ്ങ്. യഥാർത്ഥത്തില് അച്ഛന്റെ സമാധി സമയം മുതൽ 41-ആണ്. അപ്പൊ ആ 41 ആയപ്പോഴത്തേക്ക് നടത്താൻ സാധിച്ചു. 6 മാസം കഴിഞ്ഞു, 41 കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഈ വിഷയങ്ങളോടെ തന്നെ. അപ്പം മഹാസമാധി നടത്തിയിട്ട് പിന്നെ വരുന്നത് 41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിവരാത്രി ആയിരുന്നു. അന്ന് നമുക്ക് അന്നത്തെ സാഹചര്യവും അന്ന് ഒത്തില്ല. അപ്പം നമ്മൾ അതിനുശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ മയിലാടിയിൽ നിന്ന് നമ്മൾ അത് ഓർഡർ ചെയ്ത് അത് വരികയും ചെയ്തു. അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം. അതായത് ഈ അച്ഛന്റെ സമാധിയുടെ മുകളിലാണ് ഇപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠ വെച്ചേക്കുന്നത്. ശിവനെ എന്തായി തീരുവോ? ശിവനിൽ ലയിച്ച ഒരാളാണ് ഒരു അതുകൊണ്ട് ശിവനിൽ ലയിച്ച ഒരാളെ QR കോഡ് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ പുനരുദ്ധാരണം നടക്കുന്നത് കൊണ്ട് ക്ഷേത്ര ദർശനം ഭക്തർക്ക് ഉണ്ടായിരിക്കുന്നില്ല. അത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഇപ്പോ പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. എല്ലാരും സഹകരിക്കണമെന്ന് പറയുന്നു. പക്ഷെ QR കോഡിന്റെ കാര്യം മറക്കരുത്. അമ്പലത്തിൽ കയറരുത്, പക്ഷെ QR കോഡിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. എങ്ങനെയാണ് ഉത്സവം, എന്തോ സമ്പത്ത് കൂടിയാൽ ഉത്സവം നന്നാകും എന്നൊക്കെ പറയുന്ന ചൊല്ലാണ് ഇവിടെ. മനുഷ്യനായിരുന്നു, ദൈവമല്ല. അപ്പൊ മനുഷ്യനായിരുന്നു. ആ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരനെ ധ്യാനം, തപസ്, ഉപാസന, നല്ലൊരു പ്രതിഷ്ഠയാണ് അവിടെ. ബിംബൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ ഇത് ഈ അസ്ഥാനത്തുള്ള ഈ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ സമാധി, ഗോപൻ സ്വാമിയുടെ സമാധി അവര് എന്താണ് ഈ ഇതിനൊക്കെ ഒരു പറയേണ്ടത്?
അല്ല. അപ്പൊ മനുഷ്യനായിരുന്നു. ആ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരനെ ധ്യാനം, തപസ്, ഉപാസന എന്നീ ക്രമങ്ങളുടെ ഈശ്വരാരാധന, ആത്മാരാധന ചെയ്ത് ഭഗവാനെ ശരിക്കും ഈശ്വര ആരാധന കേട്ടിട്ടുണ്ട്. ആത്മാരാധന എന്ന് പറഞ്ഞാൽ അതെന്തോ പുതിയ വേടാണല്ലോ. പ്രീതിപ്പെടുത്തി ഒരു ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു തലത്തിലേക്ക് ആ ഒരു തിരുവനന്തപുരം പത്മനാഭന്റെ മണ്ണ് അത് എത്രയോ ആറ്റുകാൽ ക്ഷേത്രം, ശിവക്ഷേത്രങ്ങൾ, അതുപോലെ കരിക്കകം ക്ഷേത്രം, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ, അതുപോലെ മറ്റേ തെക്കുള്ള വലിയ ക്ഷേത്രം ഉണ്ടല്ലോ, പേര് മറന്നുപോയി, ശിവക്ഷേത്രം എത്ര അടി ബിംബത്തിലുണ്ട്. ഈ എത്ര ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഒരു പഞ്ചായത്തിലൊരു 25 ക്ഷേത്രമില്ലാത്ത ഒരു പഞ്ചായത്ത് ചിലപ്പോൾ കാണത്തില്ല. പക്ഷെ ഈ പുതിയ വീണ്ടും 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 ഉള്ള ആരാധനകൾ പോരെ, അതിനപ്പുറം പുതിയ ഒരു മനുഷ്യന്റെ ശിവനാക്കുകയും ഭഗവാനാക്കുകയും ചെയ്യുന്നത്, ഇതിനെയൊക്കെ കൊട പിടിച്ചു കൊടുക്കാൻ കുറച്ചു പേരുണ്ടേ. കാര്യം ഇതൊരു വിവാദമായപ്പോഴത്തേക്ക് സമാധി അങ്ങ് മഹാസമാധിയാക്കി. ഭയങ്കര ഓടി കൊണ്ടുവരുന്നതൊക്കെ വളരെ വലിയ ഗംഭീര സ്വീകരണമൊക്കെ കൊടുത്ത് രാമരാജ് കോൺഗ്രസിന്റെ 1-2 പേരൊക്കെയാണ് അതിന്റെ പിന്നിൽ. എല്ലാവരും ഒന്ന് കണ്ടതാണ് ഇതിനെക്കുറിച്ചൊക്കെ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം, ഈ കാമരാജ് കോൺഗ്രസും ഒക്കെ ഈ കേരളത്തിലൊന്നും അറിയപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇവർക്കൊക്കെ പുറം ലോകം കാണണമെങ്കിലേ മീഡിയ വരുന്ന ഒരു പരിപാടി അവരൊപ്പിച്ചു, സപ്പോർട്ട് കൊടുത്തു, മഹാസമാധിയാക്കി മാറ്റി, കൈലാസത്തു ആളിനെ കൊണ്ടുവന്ന് ചെയ്യിച്ച്. ഗോവൻ സ്വാമി എന്റെ അച്ഛനും ആയി കഴിഞ്ഞു. ഗോപൻ സ്വാമി ആയി കഴിഞ്ഞു. എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തികമൊക്കെ എത്രയധികം? സാമ്പത്തികം സാമ്പത്തികം ഇല്ലെങ്കിലും ഗോപൻ സ്വാമിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം. അത് തന്നെ. സാമ്പത്തികമൊക്കെ നമ്മുടെ ഒരു പശുവിനെ ഒക്കെ വിറ്റ് ചെയ്യേണ്ട ഒരു പശുവിനെ വിറ്റുന്നു. ഞാനത് വാർത്തയിലൊക്കെ നമ്മളെ കൊണ്ടുവന്നു വിറ്റ് അങ്ങനെ നമ്മളത് നമുക്ക് എത്ര എങ്ങനെയാ ഇത് വെളിപ്പെടുത്തുന്നത്? അങ്ങനെ ഭഗവാന് സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വില പേശാൻ പാടില്ല. പശുവിന്റെ വിലയെങ്കിലും ഇത് പറഞ്ഞേ. കുറച്ചധികം പൈസ ആയില്ലേ ഇങ്ങനെ? അത് പറയാൻ പാടില്ല. അതായത് ഈശ്വരന് പറയാൻ പാടില്ല. സമർപ്പിക്കുന്നത് എന്തും നമ്മൾ അത് വിലപേശാൻ പാടില്ല എന്ന്. ഈശ്വരനെ സമർപ്പിക്കുന്നതും നമ്മൾ വിലപേശാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഉണ്ട്. ഈ QR കോഡും കാണിക്ക വഞ്ചിയൊക്കെ അങ്ങ് ഒഴിവാക്കി ഗോപൻ സ്വാമിയെ തൊഴുതു പോയാൽ പോരെ? അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കൈലാസനാഥനെ തൊഴുതു പോവാൻ നിങ്ങൾ എന്താ പറയത്തത്? എന്റെ ശിവനെ ഇതൊക്കെ പൊറുക്കണേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാര്യം നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. വിശ്വാസത്തെ ആരും എതിർക്കുന്ന ഒരു വിഭാഗം കാണും. പക്ഷെ നമ്മളൊന്നും അങ്ങനല്ല. വിശ്വാസങ്ങളുടെ പുറകെ ഏത് ആരാധനാലയങ്ങൾ കണ്ടാലും നമ്മളൊന്ന് ഒരു കൈയെടുത്ത് കൂപ്പി പോകുന്ന നമുക്ക് ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ എന്നേ പറയാൻ പറ്റൂ. കേരളത്തിൽ എന്റെ പൊന്നു സർക്കാരെ ഇതിനൊക്കെ ഒരു നിയമം കൊണ്ടൊന്ന് തടയണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.